എല്ലാ വർഗീയ ശക്തികൾക്കും നീചമായ ഒരേ ലക്ഷ്യങ്ങളാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവർക്കെതിരെയുള്ളത് എന്നതിൻ്റെ ലേറ്റസ്റ്റ് ക്ലാസിക് എക്സാമ്പിളായി മാറുകയാണ് എം സ്വരാജിനെതിരായ ആ വ്യാജ പ്രചരണവും അതിന് തുടർച്ചയായി വന്ന കോലാഹലങ്ങളും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒന്ന്, പ്രത്യാശാനിർഭരമായ ഒന്ന്, കേരളം നിമിഷങ്ങൾക്കുള്ളിൽ സടകുടഞ്ഞെഴുന്നേറ്റ് ആ വ്യാജ പ്രചരണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എം സ്വരാജിനെതിരെ ഇപ്പം നമുക്കറിയാം, പിണറായി വിജയൻ സംഘപരിവാറിനോട് മൃദു സമീപനം കാണിക്കുന്ന ആളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്, വളരെ ബോധപൂർവം. UDF അവരുടെ മൗത്ത് പീസുകളും. അത് ജനം എങ്ങനെ തിരസ്കരിക്കുന്നോ അതേപോലെ തന്നെ എം സ്വരാജിനെതിരായ ആ നെഗറ്റീവ് ക്യാമ്പയിനും ആ മോശപ്പെട്ട പ്രൊപ്പഗാണ്ടയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ ചിലതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നു. ഇങ്ങനെ ചില വിഷജന്തുക്കൾ നമ്മുടെ ഇടയിൽ ഇഴയുന്നു. പാമ്പുകടിയേറ്റ് കുട്ടികളും സ്ത്രീകളുമൊക്കെ മരിക്കുന്ന കാലമാണല്ലോ. ഒരിക്കലും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെന്ന് കരുതരുതാത്ത, എന്നാൽ നമ്മൾ വലിയ അതീവ ജാഗ്രത പാലിക്കേണ്ട വലിയ വിഷജന്തുക്കൾ, വെനമസ് ആയിട്ടുള്ള ഇത്തരം ജന്തുക്കൾ നമ്മുടെ ഇടയിൽ ഇഴഞ്ഞു നടക്കുന്നുവെന്ന്, ജാഗ്രത വേണം എന്ന്, ഭയം കൂടി വേണമെന്ന് കാണിക്കുന്ന ഒരു സംഭവമായി മാറിയത്. എങ്ങനെയാണത്? അത് പറയേണ്ടതുണ്ട് വിശദമായിട്ട്. ചുരുക്കി തന്നെ എന്താണെന്ന് വെച്ചാൽ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പ്രതീഷ് വിശ്വനാഥൻ എന്ന സംഘപരിവാറിൻ്റെ ഒരു വക്താവ്, നേതാവ് എന്നൊക്കെ പറയാവുന്ന, എന്നാൽ വളരെ മോശപ്പെട്ട രീതിയിൽ വർഗീയ ക്യാമ്പയിൻ നടത്താറുള്ള, BJPയിലൊന്നും പ്രത്യേകിച്ച് പദവികളൊന്നുമില്ലാത്ത ഒരു ആൾ, അയാളുമായി എം സ്വരാജ് കണ്ടു, ഒന്നിച്ച് ഫോട്ടോ ഷെയർ ചെയ്യുന്നു എന്നൊരു സംഭവം സമൂഹ മാധ്യമങ്ങളിലെ ചില പേജുകളിൽ വരുന്നു. അത് എവിടെയെങ്കിലും വന്നങ്ങ് പോവുകയല്ല ചെയ്തത്. സാമൂഹ്യ പ്രവർത്തകൻ, പബ്ലിക് ഫിഗർ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നൊക്കെ പേര് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ വരെ വരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായൊരു പേജാണ് ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനായ ഖാലിദ് മൂസ നദവി എന്നയാളുടെ പേജിൽ വരുന്നു. വലിയ തോതിൽ അത് വെച്ചിട്ട് അയാളുടെ അനുയായികളും ഫോളോവേഴ്സും ഒക്കെ കുറ്റം പറയുന്നു. ഓ കണ്ടില്ലേ, ആളുകൾ പലരും ഷെയർ ചെയ്യുന്നു, സൂക്ഷിച്ചോണം, കണ്ടില്ലേ സ്വരാജ് പ്രതീഷ് വിശ്വനാഥനെ കണ്ടിരിക്കുന്നു, സൗഹൃദ സന്ദർശനമാണത്രേ. അപ്പോൾ അവർക്ക് തമ്മിൽ സൗഹൃദമാകാമല്ലേ? അതായത് CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവുമായി കണ്ടു, ഫോട്ടോ ഷെയർ ചെയ്തു. അത് സൗഹൃദ സന്ദർശനമാണെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രചരിച്ചത്. യഥാർത്ഥത്തിൽ സ്വരാജും ഈ പറഞ്ഞ ആളും തമ്മിൽ കണ്ടിട്ടേയില്ല എന്ന വസ്തുത ഈ പറഞ്ഞവരൊന്നും അന്വേഷിച്ചില്ല. അല്ലെങ്കിൽ അന്വേഷിച്ച് അറിയാവുന്നവർ പോലും ഈ ക്യാമ്പയിൻ്റെ പ്രൊപ്പഗാണ്ടയുടെ ഭാഗമായി. എന്താണെന്ന് വെച്ചാൽ, സ്വരാജ് CPM നേതാവാണ്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPM. ഫാസിസത്തിനെതിരെ രാജ്യത്ത് ആശയപരമായും അല്ലാതെയും ജനാധിപത്യപരമായി എല്ലാ സാധ്യതകളും ഉപയോഗിച്ചും പൊരുതുന്ന ഇടതുപക്ഷത്തിൻ്റെ നായക പദവിയുള്ള പാർട്ടിയാണ് CPM നേതാവാണ് സ്വരാജ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വരാജിന് സംഘബന്ധം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റ് സ്കൂളുകൾ അതങ്ങ് വല്ലാതെ പുസ്തകം പഠിച്ചിറക്കി പ്രചരിപ്പിച്ചു, വലിയ പ്രൊപ്പഗാണ്ടയാക്കി മാറ്റി. പക്ഷേ ഇത് നുണയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ വേഗം തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അതായത് ഒരു കാര്യം ചേർത്ത് പറയേണ്ടത്, ഈ ക്യാമ്പിന് തുടർച്ചയായിട്ട് വേറെ സംഭവം വരുന്നു. ദേശാഭിമാൻ്റെ പേരിലാണ് കാർഡ് വരുന്നത്. നമ്മൾ പറഞ്ഞ സൗഹൃദം മാത്രമാണ് എന്ന കാർഡ് വരുന്നത് ദേശാഭിമാൻ്റെ പേരിലാണ്. സ്വരാജ് ദേശാഭിമാനിയുടെ റെസെൻ്റ് എഡിറ്റർ കൂടിയാണ്. അപ്പം ആദ്യം വന്ന ഫോട്ടോയും അതിന് തുടർന്ന് വന്ന ഫേസ്ബുക്ക് പേജുകളും വ്യാജം. അതിന് തുടർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടത് സൗഹൃദ സന്ദർശനം മാത്രമാണ്, വിവാദമാക്കേണ്ടതില്ല എന്ന് വന്ന ദേശാഭിമാനിയുടെ പേരിൽ വന്ന കാർഡും വ്യാജമാണ്. ആകെ കൂടി വ്യാജ കാർഡുകളുടെയും വ്യാജ പ്രചരണത്തിൻ്റെയും പ്രളയം. അപ്പോഴാണ്
സ്വരാജ് തന്നെ എല്ലാ വർഗീയ ശക്തികൾക്കും ഒരേ ഭാവം, ഒരേ സ്വഭാവം, ഒരേ മനസ്സ് എന്ന് വിശദമായി ഒരു കുറിപ്പിട്ടത്. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, രണ്ട് വർഗീയ ശക്തികളും ഒരേപോലെ ആക്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു സംഘപരിവാറിനോടൊപ്പമാണ്, സംഘപരിവാറിന് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പമാണ്. ഞങ്ങൾ ഒരു വർഗീയതയുടെയും ഒപ്പമല്ല, ഞങ്ങൾ മതനിരപേക്ഷ ജനാധിപത്യത്തിനൊപ്പമാണ് എന്ന് കൃത്യമായി പറയുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോഴേക്കും നമ്മൾ പറയുന്നത് പോലെ നുണ ലോകം ചുറ്റി വന്നിരുന്നു. സത്യം ചെരുപ്പിട്ട് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പഴഞ്ചൊല്ലിലെ പോലെ ചെരുപ്പിട്ട് മാത്രം തുടങ്ങിയ സത്യത്തെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേരളത്തിലെ സമൂഹം, മതനിരപേക്ഷ സമൂഹം തയ്യാറായില്ല. സമൂഹ മാധ്യമങ്ങളിലും പുറത്തും കൃത്യമായി എതിർ പ്രവർത്തനങ്ങളുണ്ടായി, പ്രതിരോധ ക്യാമ്പയിനുണ്ടായി. പച്ചക്കള്ളമാണ് എന്ന് വന്നപ്പോൾ ഖാലിദ് മൂസ നദ്വിയുടെ പേജിൽ മാപ്പിൻ്റെ ഘോഷയാത്ര, ആദ്യം ഒരു മാപ്പിടുന്നു, അബദ്ധം പറ്റിയതാണ്, തെറ്റായിപ്പോയി, നിർവ്യാജ ഖേദിക്കുന്നു എന്നിരുന്നു. പിന്നെ കുറച്ചുകൂടി വിശദമായി എനിക്കൊരു സംഘടനയുമായി ബന്ധമില്ല, അബദ്ധം പറ്റിയതാണ്, AI ടൂളുകളൊന്നും വശമില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റുപറച്ചിൽ വീണ്ടും വരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒന്ന് കണ്ടാൽ കൃത്യമായി മനസ്സിലാകും അത് AI ടൂളൊന്നുമല്ല, തല വെട്ടി ഒട്ടിച്ചതാണ്. സ്വരാജിൻ്റെ കൂടെ ഫോട്ടോയിൽ വരാവുന്ന ആരോ യോഗ്യനായ ഒരാളുടെ ഫോട്ടോയുടെ തല വെട്ടി മാറ്റി ഈ പറഞ്ഞ ആളുടെ തല ചേർത്തതാണെന്ന് കണ്ണുള്ള ആർക്കും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും. ആ ഫോട്ടോ ആണ് സ്വരാജ് ഇന്നയാളുടെ കൂടെ പോയിരിക്കുന്നു, ഫോട്ടോ പങ്കിടുന്നു എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ചത്. അപ്പോൾ നിഷ്കളങ്കമായി ഈ പറയുന്ന രീതിയിൽ, അതായത് ഈ മാപ്പ് കുറിപ്പുകളിൽ തുടർച്ചയായി പറയുന്നത് പോലെ നിഷ്കളങ്കമായി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളുടെ ഇത്തരം ചതിക്കുഴികളെ കൂടുതലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് ആ നദ്വി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല കാര്യം എന്ന് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. കണ്ണു തുറന്ന് യുക്തിബോധത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഈ കള്ളക്കഥ പ്രചരിപ്പിച്ചത്. ഏതായാലും കാര്യം കറങ്ങിത്തിരിഞ്ഞ് കലങ്ങിത്തെളിഞ്ഞ് വന്നപ്പോൾ ഒരു കാര്യം നേട്ടമായി മാറി. എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നേതാക്കന്മാരുടെ മതനിരപേക്ഷ പ്രതിബദ്ധതയോട് കേരളത്തിന് എന്നും ബഹുമാനമാണ്. അതിൽ കേരളത്തിന് സംശയവുമില്ല. CPM നേതാക്കളെക്കുറിച്ച്, ഇടതുപക്ഷ നേതാക്കളെക്കുറിച്ച് ഇത്തരം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചാൽ കേരളം അത് തൊണ്ടതൊടാതെ വിഴുങ്ങില്ല. പുച്ഛത്തോടെ, അർഹിക്കുന്ന പുച്ഛത്തോടെ, അവജ്ഞയോടെ നിരാകരിക്കും എന്നതിന് ആവർത്തിച്ചുള്ള തെളിവായി മാറി ഇതിൽ സ്വരാജിന് കിട്ടിയ ഐക്യദാർഢ്യം. ഒന്ന് സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കൂ. സ്വരാജിന് ഐക്യദാർഢ്യത്തിൻ്റെ വലിയ റാലികളാണ്. സ്വരാജിട്ട പോസ്റ്റ് ഓരോ സെക്കൻഡിലും ഷെയർ ചെയ്യപ്പെടുകയാണ്. നുണ പ്രചരിപ്പിച്ചവർക്ക് നല്ലത് കിട്ടുന്നുമുണ്ട്. അവരുടെ പോസ്റ്റുകളുടെ അടിയിൽ പൂരപ്പറമ്പാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവില്ല, അവരർഹിക്കുന്ന അവർക്ക് കിട്ടുന്നുമുണ്ട്. ഏതായാലും സ്വരാജ് എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മുൻനിർത്തി ഒരു പുതിയ വെനമസ് ക്യാമ്പയിൻ, ദുരുപദിഷ്ടമായ വിഷപ്രചരണം നടത്താൻ ശ്രമിച്ചവർക്ക് ജമാഅത്തെ ഇസ്ലാമിയും ഒരു വശത്ത് സംഘപരിവാറും ചേർന്ന് നടത്തുന്ന വർഗീയ രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ ഉള്ളുകള്ളികൾ ഒരിക്കൽ കൂടി മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അവർ തന്നെ സാഷ്ടാംഗം പ്രണമിച്ച് അയ്യോ അബദ്ധം പറ്റിയേ എന്ന് കരയുന്ന അവസ്ഥയിലാണ്. കേരളം ഒരിക്കൽ കൂടി വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ആ ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നവർ മുൻനിരയിൽ തന്നെ CPM സെക്രട്ടേറിയറ്റ് മെമ്പർ സ്വരാജുമുണ്ട്, എന്നും ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിന് അത് ഉറപ്പാണ്. നന്ദി, നമസ്കാരം.